ഈ കുറേ ദിവസം കൊണ്ട് നിമിഷപ്രിയയാണ് ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പം നേരത്തെ തൊട്ടേ ഇങ്ങനെ ഈ നിമിഷപ്രിയയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ എൻ്റെ അറിവിൽ ഒരു ആളെ കൊന്നു എന്നുള്ളതേ ഉള്ളൂ അറിയത്തുള്ളൂ. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഗൂഗിൾ ന്യൂസിൽ ഇങ്ങനെ നോക്കി പോയപ്പം ആരാണ് ഈ നിമിഷപ്രിയ എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ വായിച്ചു. അപ്പം അതെൻ്റെ ഒരു അറിവെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു മറ്റൊരു രാജ്യത്തേക്ക് പോയി ഒരു ഭാര്യയും ഭർത്താവും കൂടാണ് പോകുന്നത്. ഇവർ നേഴ്സാണ്. അവർ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവരുടെ ഭർത്താവ് മറ്റെന്തോ ജോലി ചെയ്യുന്നു. അപ്പം അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആ നാട്ടുകാരനായ ഒരാളെ പരിചയപ്പെടുന്നു. അപ്പോൾ അയാൾക്കൊപ്പം ഒരു ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി പോകുന്നു. അങ്ങനെ ക്ലിനിക്ക് തുടങ്ങുന്നു. കാരണം ആ നാട്ടുകാരന് മാത്രമേ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങുന്നു. അപ്പം പിന്നീട് അപ്പം ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം അയാൾ വാങ്ങിച്ചു വയ്ക്കുന്നു. പിന്നെ അതിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ടാകുന്നു. അതിൻ്റെ ഇടയ്ക്ക് അയാൾ പിന്നെ ഭർത്താവ് നാട്ടിലേക്ക് പോരുന്നു. പിന്നീട് നിമിഷപ്രിയ ഇയാൾക്കൊപ്പം, അതായത് ഇപ്പം നിമിഷപ്രിയ കൊന്ന ആളിനൊപ്പം നാട്ടിലേക്ക് വരുന്ന കാര്യം പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ അയാളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഇവർ തിരിച്ചു പോകുന്നു. അപ്പോഴൊക്കെ തർക്കം ഉണ്ടായിരുന്നു. ലാസ്റ്റ് എന്നിട്ട് ഇവരെ പല രീതിയിലും അയാൾ ഉപദ്രവിക്കുമായിരുന്നു. ഇവരെ മാത്രമല്ല വേറെ ഏതൊക്കെയോ സ്ത്രീകളെയും അങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു അയാൾ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റുന്നില്ല അവസ്ഥ വരുന്നു. അങ്ങനെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നു. പക്ഷേ അയാളെ അല്ല പോലീസ് കൊണ്ടുപോകുന്നത്, പകരം ഇവർക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ഗത്യന്തരമില്ലാതെ മറ്റാരോ പറഞ്ഞു കൊടുത്ത പ്രകാരം എന്തോ ഒരു മരുന്ന് കുത്തിവെക്കുന്ന ഇയാൾക്ക്. പക്ഷേ ഇയാൾക്കത് അതായത് കുത്തിവെച്ച് ബോധം കെടുത്തിയിട്ട് ഇയാളുടെ അടുത്തൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇയാൾക്ക് അത് ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പം കുറച്ചുകൂടി മരുന്ന് കുത്തിവെക്കുന്നത്. അങ്ങനെ ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ അയാൾ മരിക്കുകയാണ്. അപ്പം ഓവർഡോസായി അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഇവരവിടെ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ എവിടെയോ വെച്ച് ഇവരെ പിടിക്കപ്പെടുന്നു. പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത് ഈ മരിച്ച ആളെ ശരീരം മുറിച്ച് പലതാക്കിയിട്ട് അവിടുത്തെ വാട്ടർ ടാങ്കിലോ മറ്റോ ഇട്ടേക്കുമായിരുന്നു. അങ്ങനെയാണ് അയാളുടെ ജഡം കിട്ടുന്നതെന്നാണ്. അപ്പോൾ ഈ സ്ത്രീ, നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ അല്ല അത് ചെയ്തിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത് എന്നൊക്കെയാണ്. പക്ഷേ എനിക്കിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്കും എന്തിനാണ് ഇത്ര വലിയ ഇത് ചെയ്യുന്നത്? കാരണം ഈ പ്രശ്നങ്ങളുണ്ടായിരുന്ന സമയത്ത്, ഇയാളുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായ സമയത്താണ് ഇയാളുമായിട്ട് നാട്ടിൽ വന്നതെന്നാണ് ഞാൻ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് തിരിച്ചു പോയത്? ഈ പ്രശ്നം ഉള്ളപ്പോഴെന്താണ്, പ്രശ്നം തുടങ്ങുമ്പോഴേ വേണ്ടാന്ന് വെച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് പോവുക. സ്വന്തം ജീവിതത്തിനെക്കാട്ടിലും വലുതൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഈ സ്ത്രീ തൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആ സ്ത്രീയും വീട്ടുകാരും കിടന്ന് ബുദ്ധിമുട്ടുന്നു അല്ലേ. ചിലർക്ക് നമുക്കറിയാം കയ്യബദ്ധം എന്നുള്ള രീതിയിൽ സംഭവിക്കാറുണ്ട്. അബദ്ധത്തിൽ സംഭവിക്കുന്നത് കാട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇവിടെ നമ്മളുടെ രീതിയിൽ അപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ വാർത്തയിൽ കേട്ടതാണ്. അതായത് ഈ നിമിഷപ്രിയ ഒരു മലയാളി ആയതുകൊണ്ടാണ് ഇത്രയധികം ശബ്ദമുയർത്തുന്നത് ഇവർക്ക് വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ ചെയ്യാത്ത തെറ്റിന്, ഈ അബദ്ധത്തിൽ പറ്റിപ്പോകുന്ന തെറ്റിനുമൊക്കെ ജയിലിൽ കിടക്കുന്ന നിരവധി ആളുകൾ, അങ്ങനത്തെ ആളുകൾ ജയിലിൽ കിടപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മോചനം എന്താണ്? ഇപ്പം ബോബി ചെമ്മണ്ണൂർ 1-2 കോടിയൊക്കെ കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ എത്ര കോടി വേണമെങ്കിലും എല്ലാവരും കൂടെ പിരിച്ചു കൊടുക്കാം, അങ്ങനെ അവരെ രക്ഷപ്പെടുത്താം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചുണ്ട്. പക്ഷേ അവരെന്തിന് അങ്ങനെ ചെയ്തു? ഏതിപ്പം നമ്മൾ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി നമ്മൾ താമസിക്കുന്ന, ജോലി ചെയ്യുന്നു, അത്രയും തീക്ഷ്ണമായ ചൂട് സഹിച്ച് ഇത്രയധികം നമ്മൾ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പോയി രക്ഷപ്പെട്ട് നല്ല ആളുകളുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നവരുണ്ട്. അവിടെ സ്വന്തമായിട്ട് വീടും ഒക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളും, അല്ലെങ്കിൽ അത്ര മാത്രം ഉയർന്നു പോകുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരും ചെന്ന് പെടുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവർക്ക്
ഒരു നേഴ്സാണ് ഇവർ. അപ്പോൾ ഇവർക്ക് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്. അപ്പോൾ അതിനപ്പോൾ അവർ കൂടുതൽ ആഗ്രഹിച്ചു. അതിന് അവിടെ ഒരാളെ കണ്ടെത്തുന്നു. ഭർത്താവ് നാട്ടിലേക്ക് പോരുമ്പോൾ ഇവരെന്ത് ധൈര്യത്തിലാണ് മറ്റൊരു പുരുഷനെ ഇത്രയധികം വിശ്വസിച്ചു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ പ്രശ്നങ്ങൾ തുടങ്ങുമ്പോഴേ ഭർത്താവിനെ വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ അത് അവിടെ കൊണ്ട് നിർത്തി നഷ്ടം വന്നിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് കുറേ സ്വർണവും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ആ നാട്ടിലെ നിയമം അവർക്കറിയാത്തൊന്നുമല്ലല്ലോ. അപ്പം അതിന് കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് ശ്രമിച്ച് എംബസിയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഒന്നും ലീഗലി ആയിരിക്കില്ല ഒരു പക്ഷേ. അല്ലെങ്കിൽ ഇവർ കൊടുത്തത് ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ശ്രമിക്കുക. കിട്ടുക ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉള്ളതും കൊണ്ട് സ്വന്തം ജീവൻ രക്ഷിച്ച് നാട്ടിലേക്ക് പോരുക എന്നത് നോക്കുക. ഇപ്പം എന്താണ് സംഭവിച്ചത്? കയ്യിലിരിക്കുന്നത് മുഴുവൻ പോവുകയും ചെയ്ത് സ്വന്തം ജീവനും ഒരു ആപത്തായി. മാത്രമല്ല ഒരാളുടെ മരണത്തിന് ഉത്തരവാദിയായി. ഇപ്പം ഇന്നലെയൊക്കെ ന്യൂസിലുണ്ടായിരുന്നു, ആ മരിച്ച ആളുടെ വീട്ടുകാർ ഒരു വിധത്തിലും ഈ ഒരു ദയം നൽകാൻ അവർ തയ്യാറല്ല. ഇവരിപ്പം എത്ര കോടികൾ കൊടുക്കാൻ ചെന്നാലും അവരത് അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. മാറ്റി വച്ചിട്ടേ ഉള്ളൂ. ഇപ്പം 16-ാം തീയതി ആയിരുന്നു അവരെ വധശിക്ഷ. അത് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ വധശിക്ഷ ഇല്ലാണ്ടാക്കിയിട്ടൊന്നും ഇല്ല. അപ്പം ഇതിലിപ്പോൾ ഒരു ഇതിൽ എന്താണ് കുറേ പിരിവ് നടത്തും. അല്ലാതെ ഇവരുടെ കയ്യിലൊന്നും പൈസ ഉണ്ടാകുമോ? അവരുണ്ടെങ്കിലും ഏതൊക്കെ രീതിയിലായിരിക്കും, മനുഷ്യരല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ കാലത്തെ ആൾക്കാരുടെയൊക്കെ ചിന്താഗതി വേറെയാണ്. ഇപ്പം വീണ്ടും ഒരു പിരിവ് നടത്തി അതിനും കുറേ ചിലവാക്കി അല്ലേ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അത് അവർക്കറിയാം വ്യക്തമായിട്ട്. ആ ഭാര്യയ്ക്കും ഭർത്താവിനും വ്യക്തമായിട്ടറിയാം. പിന്നെ മരിച്ച അയാൾക്ക് ഏതായാലും തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എത്രയൊക്കെയെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരാളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതിൽ ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ എന്തുകൊണ്ട് അവരങ്ങനൊന്നും ചെയ്തില്ല? എന്തുകൊണ്ടാണ് അങ്ങനൊരു അയാളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയത്? ഒരാളെ ഒന്ന് മയക്കി കിടത്തണമെങ്കിൽ എന്ത് മരുന്നാണ് ചെയ്യേണ്ടത്, അത് എത്ര ചെയ്യണമെന്ന് ഒരു നേഴ്സായ ആൾക്കറിയില്ലേ? എനിക്കിതൊക്കെയാണ് സംശയം തോന്നിയത്. ഒരു നേഴ്സിന് അത് എന്ത് മരുന്ന് കൊടുത്താൽ മയങ്ങും, എത്ര നേരം മയങ്ങും, എന്ത് മരുന്ന് എങ്ങനെയൊക്കെ കൊടുക്കണം, അല്ല ഒരു ദിവസം വേണമെങ്കിലും മയക്കി കിടത്താൻ എന്താ ചെയ്യേണ്ടത്? ആരോഗ്യത്തിന് പ്രശ്നമില്ലേ? ഒരാളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏതായാലും നേഴ്സിന് അറിയാതിരിക്കത്തില്ലല്ലോ അല്ലേ? അതാ അയാൾ അവിടെ നിന്ന് പോരേണ്ട, അയാളുടെ അടുത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു? പിന്നെ ഞാനീ പറയുമ്പോൾ ഓരോരുത്തരുടെ സാഹചര്യമാണ്. അപ്പോൾ അവർ കൂടുതലും അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ സ്വർണവും കാശും വേണമെന്നുള്ള ചിന്തയായിരുന്നു. അങ്ങനെ ആയിരിക്കാം അവരവിടെ നിന്ന് മാറാതെ നിന്നത്. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് രീതിയാന്ന് പറഞ്ഞാലും ഒരു വ്യക്തിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാർത്തയിൽ പറഞ്ഞത്, അവർ കൊല്ലുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ആ ശരീരത്തെ ഇത്രയും മോശമാക്കിയ അവസ്ഥയിലാക്കി മാറ്റി. അതൊരിക്കലും അവർ സഹിക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് തന്നെ. ഇപ്പം എത്ര വലിയ തെറ്റ് ചെയ്ത അയാൾക്കും പറയാനുണ്ടാകും കുറേ ന്യായങ്ങൾ ഇല്ലേ? എന്തായാലും ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം നമുക്ക് ആർക്കും തന്നെ ഇല്ല അല്ലേ? ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മയ്ക്ക് പോലും ആ ഒരു അവകാശമില്ല. അതൊരു നാട്ടിലുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതുപോലൊരു നാട്ടിൽ അനുഭവിക്കുക തന്നെ. പിന്നെ ഞാൻ എന്താ പറയുക, ഇതിന് എത്രയോ പേര് വെറുതെ എന്തെല്ലാം പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന നമ്മുടെ നാട്ടിൽ എത്രയോ പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. എത്രയോ കേസുകൾ ഈ ഇത് തന്നെ പീഡന പരാതികളൊക്കെ എത്ര പേർക്കെതിരെ. ഇപ്പോൾ ഈയിടെ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി കൊടുത്തിട്ട് ലാസ്റ്റ് ആ പെൺകുട്ടി സത്യം പറഞ്ഞിട്ട് അത്രയും നാളും എത്രയും വർഷങ്ങൾ ജയിലിൽ കിടന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുക. ഇത്രയും കോടികളൊന്നും ചിലവാക്കേണ്ട കാര്യം വരില്ല. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ആളുകളെ, കുറേ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഇതിപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ച് അവരെന്താണ് ചെയ്തതെന്ന് അവർക്കറിയാം, അവരുടെ ഭർത്താവിനും വ്യക്തമായിട്ടറിയാം. നമ്മളോട് ആരോടും ചോദിച്ചിട്ടില്ലല്ലോ അവരങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തത്. ഒരാപത്ത് വരുമ്പം കൂടെ നിൽക്കാം. ആപത്ത് എന്ന് പറയുമ്പോൾ അത് വേറെ, ഇപ്പോൾ ചെയ്തു വച്ചിരിക്കുന്നത് വേറെ
എന്തായാലും ചിലതൊന്നും നമുക്ക് ഞാൻ വായിച്ചിട്ട് പല കാര്യങ്ങളും എനിക്ക് അവർ പറഞ്ഞിരിക്കുന്നതിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവർ നേഴ്സാണ്. അതുകൊണ്ട് എനിക്കത് കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയോ എവിടെയൊക്കെയോ മറിഞ്ഞിരിക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അതങ്ങനെ പോട്ടെ. അവർക്ക് വിധിയുണ്ടെങ്കിൽ അവർക്കൊരു കുട്ടിയുള്ളതാണ്. ആ കുട്ടിയെക്കുറിച്ചും കുട്ടിയുടെ ഭാവിയെക്കുറിച്ചും ഒക്കെ ആ സ്ത്രീ ചിന്തിക്കാതിരുന്നത് ആണോ? അല്ലല്ലോ. നമ്മളെക്കാട്ടും കൂടുതൽ ചിന്ത ആർക്കായിരിക്കും ഉണ്ടാവേണ്ട? ആ സ്ത്രീക്കാണ്. അമ്മയ്ക്കാണ് മക്കളെക്കുറിച്ച് ചിന്ത കൂടുതലുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞൊരു കുട്ടിയുള്ളതാണല്ലോ എന്ന്, അന്ന് ആ കുട്ടിയുള്ളതാണല്ലോ, കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ കിട്ടിയതാവട്ടെ, ഉള്ളതും കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട് നാട്ടിൽ പോയി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി കയറി എന്നാൽ കുഞ്ഞിൻ്റെ കാര്യം നടക്കില്ല എന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ അവർ, ഇല്ലേ? അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് യഥാർത്ഥത്തിലൊന്നും നമുക്കൊന്നും അറിയില്ല. പക്ഷേ എന്തായാലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്?